പഴയ ഏറനാടിന്റെ കമ്മ്യൂണിസ്റ്റ് കരുത്തും മനുഷ്യസ്നേഹ രാഷ്ട്രീയവുമായിരുന്നു ഇ.കെ. ഇമ്പിച്ചിബാവ. ദേശീയ പ്രസ്ഥാനത്തിനു മുമ്പേ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് പേരുകേട്ട പൊന്നാനിയിൽ നിന്ന് വെളിയങ്കോട് ഉമർ ഖാസിക്കും ആലി മുസ്ലിയാർക്കും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനും ശേഷം കേരളം ഏറ്റവും ഉച്ചത്തിൽ കേട്ട നാമധേയം. കോഴിക്കോട് ഗണപത് ഹൈസ്കൂളിൽ നിന്ന് സഖാവ് പി കൃഷ്ണപിള്ള കണ്ടെത്തിയ വിപ്ലവകാരിയെ ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റാക്കിയത് എ.കെ.ജിയും ഇ.എം.എസുമായിരുന്നു. ഐതിഹാസികമായ ബീഡി തൊഴിലാളി സമരങ്ങളിലൂടെയാണ് ഇമ്പിച്ചിബാവ പൊന്നാനിയുടെ ജനനായകനായത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സേലം, ബെല്ലാരി, കോയമ്പത്തൂർ ജയിലുകളിൽ അടക്കപ്പെട്ട ഇമ്പിച്ചിബാവയ്ക്ക് 62-ലെ ഇന്ത്യ-ചൈന യുദ്ധകാലത്തും അടിയന്തരാവസ്ഥക്കാലത്തും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിഖ്യാതമായ കൽക്കത്ത കോൺഗ്രസിൽ പങ്കെടുക്കുകയും തുടർന്ന് ഒളിവിൽ പോവുകയും ചെയ്തു. 951-ൽ മദിരാശിയിൽ നിന്ന് രാജ്യസഭാംഗമായി. 62-ൽ പൊന്നാനിയിൽ നിന്നും 80-ൽ കോഴിക്കോട് നിന്നും ലോക്സഭയിലെത്തിയ ഇമ്പിച്ചിബാവയിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് ആദ്യമായി മലയാളം കേട്ടത്. ഹിന്ദിയല്ലാത്തൊരു ഇന്ത്യൻ ഭാഷയ്ക്ക് പരമോന്നത നിയമനിർമ്മാണ സഭയിൽ ഇടം കിട്ടിയ ആ ചരിത്രം പിന്നീട് പാർലമെന്റിൽ നിയമമായി. 964-ൽ CPI-യുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് CPIM എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച 32 പേരിൽ ഒരാളായിരുന്നു ഇമ്പിച്ചിബാവ. 967-ൽ EMS മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായ ഇമ്പിച്ചിബാവയാണ് KSRTCയെ ജനകീയമാക്കിയത്. കരിപ്പൂർ വിമാനത്താവളം വിഭാവനം ചെയ്തത്. ഒരു സാധാരണക്കാരന് എങ്ങനെ മന്ത്രിയാകാമെന്നും ഒരു മന്ത്രിക്ക് എങ്ങനെ സാധാരണക്കാരനാവാമെന്നും തെളിയിച്ച ഇമ്പിച്ചിബാവ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ശേഷം നേരെ പോയത് നിലമ്പൂർ കോവിലകത്തിന്റെ ഭൂമി പിടിച്ചെടുക്കാനുള്ള മിച്ചഭൂമി സമരത്തിലേക്കാണ്. ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് തിരിച്ചുവരുന്ന വഴി 995 ഏപ്രിൽ 11-ന് ഡൽഹിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്നവന്റെ അവകാശ പോരാട്ടങ്ങൾക്കായി സമർപ്പിച്ച ആ തൊഴിലാളി നേതാവിന്റെ ജീവിതകഥ പൊന്നാനിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മാത്രമല്ല, മുഴുവൻ കേരള നാടിനും ആവേശമാണ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.